നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന തോതിൽ ആയതും ബ്രന്റ് ക്രൂഡിന്റെ വില തുടർച്ചയായി ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നതും മൂലം ഏഷ്യൻ മാർക്കറ്റിലുടനീളം ഒരു വീക്ക്നെസ് പ്രകടമാണ്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കൂടാതെ US-ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വളരെ ദുർബലമാണെന്നും ഏത് നിമിഷം വേണമെങ്കിലും ലംഘിക്കപ്പെടാമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റും മാർക്കറ്റിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റും ചൈനയുടെ പ്രസിഡന്റും തമ്മിൽ ഒരു മീറ്റിംഗും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് ദുർബലമാകാനും ഏഷ്യൻ മാർക്കറ്റിൽ ഉയർന്ന വോളറ്റൈലിറ്റിയും പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ബ്രന്റ് ക്രൂഡിന്റെ വില $107 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. സൗത്ത് കൊറിയൻ മാർക്കറ്റ് 2.15% ഇടിഞ്ഞും ജപ്പാന്റെ ഇൻഡെക്സ് 0.52% ഇടിഞ്ഞും ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.56% ഇടിഞ്ഞുമാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. നാസ്ഡാക്ക് 0.71% ഇടിഞ്ഞപ്പോൾ ഡോ ജോൺസ് 0.11% ഇടിയുകയും S&P 0.16% ഇടിയുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ബാലാജി അമൈൻ, ബോംബെ ബർമൻ ട്രേഡിംഗ് കോർപ്പറേഷൻ, ഭാരതി എയർടെൽ, കെയർ റേറ്റിംഗ്, സിപ്ല, DCM ശ്രീരാം, ക്ലാർക്സ് സർവീസ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, JSW ഡിലക്സ്, കെയ്ൻസ് ടെക്നോളജി, കിർലാസ്കർ ബ്രദർ, LIC ഹൗസിംഗ് ഫിനാൻസ്, മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് ആക്ഷനും പ്രതീക്ഷിക്കാം. ഇന്ന് പെയിന്റ് സെക്ടറിലെയും കെമിക്കൽ സെക്ടറിലെയും സ്റ്റോക്കുകളെ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന് പിന്നിലെ പ്രധാന കാരണം ക്രൂഡിന്റെ വില തുടർച്ചയായി ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നതും രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലേക്ക് എത്തിയതും മൂലം പെയിന്റ്, കെമിക്കൽ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇൻപുട്ട് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ബെർജർ പെയിന്റിന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ച് 262 കോടിയിൽ നിന്നും 335 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 6% വർദ്ധിച്ച് 2704 കോടിയിൽ നിന്നും 2868 കോടിയിലേക്ക് എത്തി. EBITDA 12% വർദ്ധിച്ച് 427 കോടിയിൽ നിന്നും 482 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ EBITDA മാർജിൻ 15.8% നിന്നും 16.8% ഉയർന്നു. ഡിക്സൺ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 36% ഇടിഞ്ഞ് 401 കോടിയിൽ നിന്നും 286 കോടിയിലേക്ക് എത്തി. EBITDA മാർജിൻ 4.3% നിന്നും 3.9% ഇടിയുകയും EBITDA 443 കോടിയിൽ നിന്നും 408 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ്. ടാറ്റ പവറിന്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ റവന്യൂ 12% ഇടിഞ്ഞപ്പോൾ പ്രോഫിറ്റ് 4.5% ഇടിഞ്ഞു. 1043 കോടിയിൽ നിന്നും 996 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. ₹2.50 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 4.5% ഇടിഞ്ഞപ്പോൾ EBITDA മാർജിൻ 19% നിന്നും 17.4% ഇടിയുകയും EBITDA 19.9% ഇടിഞ്ഞ് 3246 കോടിയിൽ നിന്നും 2599 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 12.9% ഇടിഞ്ഞു. ടോറന്റ് പവറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 0.8% ഇടിഞ്ഞ് 6486 കോടിയിൽ നിന്നും 6406 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 70% ഇടിഞ്ഞ് 1059 കോടിയിൽ നിന്നും 318 കോടിയിലേക്ക് എത്തിയപ്പോൾ EBITDA മാർജിൻ 17.5% നിന്നും 17.9% ഉയർന്നു. മറ്റൊരു സ്റ്റോക്ക് എംഡാർ ടെക്നോളജിയാണ്. എംഡാർ ടെക്നോളജി ഇപ്രാവശ്യം മികച്ച റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റവന്യൂ 67% വർദ്ധിച്ച് 183 കോടിയിൽ നിന്നും 306 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ പ്രോഫിറ്റ് 223% വർദ്ധിച്ച് 13 കോടിയിൽ നിന്നും 44 കോടിയിലേക്ക് ഉയരുകയും EBITDA മാർജിൻ 18.7% നിന്നും 20.2% മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ EBITDA 81% വർദ്ധിച്ച് 34 കോടിയിൽ നിന്നും 61 കോടിയിലേക്ക് ഉയർന്നു. കൽപ്പത്താരുവിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. റവന്യൂ 183% വർദ്ധിച്ചു. പ്രോഫിറ്റ് 14 കോടിയിൽ നിന്നും 200 കോടിയിലേക്ക് ഉയരുകയും EBITDA 19.7 കോടിയിൽ നിന്നും 217 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു.
ടെക്സ്മാക്കോ റെയിൽ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കമ്പനിക്ക് ഫ്രഷ് ഓർഡർ ലഭിച്ചതിനോടൊപ്പം ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പ്രോഫിറ്റ് 45% ഇടിഞ്ഞ് 57 കോടിയിൽ നിന്ന് 39 കോടിയിലേക്ക് എത്തി. റവന്യൂ 13% ഇടിഞ്ഞ് 1346 കോടിയിൽ നിന്നും 1167 കോടിയിലേക്ക് എത്തി. എബിറ്റ 9% വർദ്ധിച്ചപ്പോൾ എബിറ്റ മാർജിൻ 7.3% നിന്നും 9%ത്തിലേക്ക് ഉയർന്നു. അയണോക്സ് ഇന്ത്യയുടെ പ്രോഫിറ്റിൽ 14% വളർച്ച വന്നു. 65 കോടിയിൽ നിന്നും 75 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. റവന്യൂ 25% വർദ്ധിച്ച് 369 കോടിയിൽ നിന്നും 461 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 16% ഉയരുകയും എബിറ്റ മാർജിൻ 22%-ൽ നിന്നും 20%-ത്തിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ ഇന്ന് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് നസാര ടെക്നോളജിയാണ്. നസാര ടെക്നോളജിയുടെ റവന്യൂ 23% ഇടിഞ്ഞു. പക്ഷേ പ്രോഫിറ്റ് 195% വർദ്ധിച്ച് 15 കോടിയിൽ നിന്ന് 47 കോടിയിലേക്ക് എത്തി. എബിറ്റ 113% വർദ്ധിച്ച് 34 കോടിയിൽ നിന്നും 74 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 6.7%-ൽ നിന്നും 18.6%-ത്തിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കൂടാതെ മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ട്രൈഡൻ്റ് ആണ്. ട്രൈഡൻ്റ് ഫണ്ട് റൈസിംഗ് ഓപ്ഷനുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് ഇന്നും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മെയ് 16 വിളിപ്പിച്ചതിനോടൊപ്പം തന്നെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മെയ് 16 വിളിപ്പിച്ചതിനോടൊപ്പം തന്നെ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനവും എടുത്തേക്കും. അതുകൊണ്ട് സ്റ്റോക്ക് ഇന്നും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റലക്റ്റ് ഡിസൈൻ എന്ന കമ്പനി ഒരു കനേഡിയൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്ന് ഡിജിറ്റൽ ബാങ്കിംഗ് പാക്റ്റിന് വേണ്ടി ഡീലിൽ ഒപ്പുവെച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. RVNL എന്ന കമ്പനിക്ക് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 221 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണ ഡിഫൻസ് എന്ന കമ്പനി തഹരാബന്ദർ സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ 46% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ടെക്സ്മാക്കോ റെയിൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 4045 കോടി രൂപയുടെ ഒരു ഡീൽ ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ ഇൻട്രാക് ബിൽഡിംഗ് എന്ന കമ്പനിക്ക് 102 കോടി രൂപയുടെ പ്രീ എഞ്ചിനീയേർഡ് സ്റ്റീൽ ബിൽഡിംഗ് സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതുകൊണ്ട് ഇൻ്ററാക് ബിൽഡിംഗ് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇലക്ട്രോണിക്സ് മാർട്ട് എന്ന കമ്പനി ആന്ധ്രാപ്രദേശിൽ ബജാജ് ഇലക്ട്രോണിക്സ് ബ്രാൻഡ് നെയിമിൻ്റെ കീഴിൽ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സൈഡിൽ നിന്നും സെറ്റിൽമെൻറ്റ് ഇനത്തിൽ 235 കോടി രൂപ ലഭിക്കുന്നുണ്ട്. PNC ഇൻഫ്രാടെക് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്